കറണ്ടിന്റെ ഈ ഇക്വേഷനിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഈ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അത് കറന്റ് കുറയാൻ കാരണമാവും എന്നാണ്. അതായത് ഇത് സൂചിപ്പിക്കുന്നത് പ്യുർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ ഒപ്പോസിഷനെയാണ്. ഇവിടെ ഈ ഒപ്പോസിഷനെ വിളിക്കുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ടേമും വരാത്തതിനാൽ ഇവിടുത്തെ ഒപ്പോസിഷൻ എന്താണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി ഈ മാത്തമാറ്റിക്കൽ ട്രിക്കിനെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ സാധിക്കും. ഇവിടുത്തെ ഒപ്പോസിഷൻ എന്നത് 1/ωc ആണ് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഇതിനെ വിളിക്കുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്നാണ്. റിയാക്റ്റൻസസ് വോൾട്ടേജ് സോഴ്സിന്റെ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ റെസിസ്റ്റൻസ് ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നതാണ് റെസിസ്റ്റൻസും റിയാക്റ്റൻസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇവിടെ നമ്മൾ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ ഒപ്പോസിഷൻ കൂടുകയും അത് സർക്യൂട്ടിലൂടെയുള്ള കറന്റ് കുറയാനും കാരണമാവുന്നു. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലെ ഇൻഡക്റ്റൻസ് എന്നത് മെക്കാനിക്സിലെ ഇനേഷ്യക്ക് സമാനമാണ്. അതുപോലെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലെ കറന്റ് എന്നുള്ളത് മെക്കാനിക്സിലെ വെലോസിറ്റിക്ക് സമാനമാണ്. അതിനാൽ ഇൻഡക്ടറിലെ കറന്റിനെ മുകളിലേക്കും താഴേക്കുമായി ചലിക്കുന്ന ഒരു പ്ലാങ്കിലൂടെ സ്ലൈഡ് ചെയ്യുന്ന ബോക്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ബോക്സിന്റെ മാക്സിമം സ്പീഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടുത്തെ മാക്സിമം കറന്റിനെയാണ്. പ്ലാങ്കിന്റെ ഹൈറ്റിൽ വ്യത്യാസമൊന്നും വരുത്താതെ അത് വളരെ ക്യുക്കായി മുകളിലേക്കും താഴേക്കും ചലിക്കുമ്പോൾ ബോക്സിന് അതിന്റെ വേഗത കൂട്ടാനുള്ള സമയം ലഭിക്കാത്തതിനാൽ ബോക്സിന്റെ മാക്സിമം സ്പീഡ് വളരെ കുറവായിരിക്കും. ഇത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. വോൾട്ടേജ് വളരെ ക്യുക്കായി ചേഞ്ച് ചെയ്യുന്ന കാരണത്താൽ ചാർജുകൾക്ക് ആക്സിലറേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതിനാൽ മാക്സിമം കറന്റ് വളരെ കുറവായിരിക്കും. അതിനാലാണ് ഫ്രീക്വൻസി കൂട്ടുമ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുന്നത്. ഇത് കാരണത്താൽ ഇൻഡക്ടർ അതിലൂടെ ഹൈ ഫ്രീക്വൻസി കറന്റിനെ കടത്തിവിടില്ല. അതുപോലെ ഇൻഡക്റ്റൻസിനെയാണ് കൂട്ടുന്നതെങ്കിൽ അത് സർക്യൂട്ടിന്റെ ഇനേഷ്യ കൂട്ടുകയും ഇത് കറന്റ് കുറയാനും കാരണമാവുന്നു. ഇവിടെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും കൂടുതൽ വേഗത്തിൽ നടക്കുന്നതിനാൽ കറന്റ് ആവശ്യത്തിന് ഉയർന്നതായിരിക്കണം. അതിനാൽ ഇവിടെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ കറന്റ് കൂടുന്ന കാരണത്താൽ ഒപ്പോസിഷൻ കുറവായിരിക്കും. എന്നാൽ കപ്പാസിറ്റൻസ് ആണ് കൂട്ടുന്നതെങ്കിൽ കപ്പാസിറ്ററിന്റെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുകയും ഇത് കപ്പാസിറ്ററിന്റെ വോൾട്ടേജിൽ മാറ്റമുണ്ടാക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇവിടെ വോൾട്ടേജിൽ ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ കറന്റ് ആവശ്യമാണ്. അതിനാൽ കപ്പാസിറ്റൻസ് കൂട്ടുന്നത് കറന്റ് കൂട്ടാനും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയ്ക്കാനും കാരണമാവുന്നു. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജിന്റെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ കറന്റിന്റെ ഫ്രീക്വൻസി കൂടുകയും എന്നാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുന്നതിനാൽ കറന്റിന്റെ ഹൈറ്റ് കുറയുകയും ചെയ്യുന്നു. കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജിന്റെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ കറന്റിന്റെ ഫ്രീക്വൻസി കൂടുകയും എന്നാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയുന്നതിനാൽ ഇവിടെ കറന്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഈ കേസിൽ വോൾട്ടേജിന്റെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ കറന്റിന്റെ ഫ്രീക്വൻസി കൂടുകയും എന്നാൽ റെസിസ്റ്റൻസ് ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യാത്തതിനാൽ കറന്റിന്റെ ഹൈറ്റ് ചേഞ്ച് ആവുന്നില്ല.